ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമുക്ക് ഇംഗ്ലീഷ് സെന്റൻസുകൾ പറയുമ്പോൾ കൂട്ടിച്ചേർക്കാൻ പറ്റാണ്ടായി പോകും. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നിന്നു പോകുന്നത് അല്ലെ. കണക്റ്റിംഗ് വേർഡ്സ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ കുറേ കണക്റ്റിംഗ് വേർഡ്സ് എടുത്തിട്ടുണ്ട്, ഞാൻ പ്ലേലിസ്റ്റിൽ അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്നും നമുക്ക് അതുപോലെ രണ്ടുപേരെ പഠിക്കാം. ഒന്ന് ഇവൻച്വലി, മറ്റൊന്ന് ഗ്രാജുവലി. ഇത് നമ്മൾ എപ്പോഴും തന്നെ പറഞ്ഞ പോലെ കേൾക്കുന്ന രണ്ട് കണക്റ്റിംഗ് വേർഡ്സ് ആണ്. അപ്പൊ ഇന്ന് നമുക്ക് അവരെ കുറിച്ച് പറയാം. ഇവൻച്വലി, ഗ്രാജുവലി. അപ്പൊ നമുക്ക് ആദ്യം ഗ്രാജുവലി എന്താണെന്ന് നോക്കാം. ഗ്രാജുവലി എല്ലാവർക്കും അറിയാം. എന്താണ് ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ? ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ പതിയെ പതിയെ അല്ലെങ്കിൽ ക്രമേണ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു അർത്ഥം വരുന്നതാണ്. അപ്പൊ നമുക്കത് സെന്റൻസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് സെന്റൻസ് നമുക്ക് പറയാം, പതിയെ. നമ്മൾ ചിലവരോട് വിഷമിച്ചിരിക്കുന്നവരോട് നമ്മൾ പറയണം പതിയെ പതിയെ എല്ലാം ശരിയാകും. നമ്മൾ പറയില്ലേ, പതിയെ പതിയെ ശരിയാവൂന്നേ, എല്ലാം ശരിയാവൂന്നേ, പതിയെ പതിയെ ശരിയാവൂന്നേ. എങ്ങനെ പറയണം? ഈ പതിയെ പതിയെ അല്ലെങ്കിൽ ക്രമേണ എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് എന്താണ്? ഗ്രാജുവലി. പിന്നെ എന്താണ്? എല്ലാം ശരിയാകും. അത് നമുക്ക് എങ്ങനെ പറയാം? എല്ലാ കാര്യങ്ങളും പറയാം എവരിതിങ് അല്ലെ. ശരിയാകും, ഫ്യൂച്ചർ വിൽ ബി ഫൈൻ, എല്ലാം ശരിയാവുന്നേ. ഗ്രാജുവലി, പതിയെ പതിയെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി എല്ലാം ശരിയാവുന്നേ. എവരിതിങ് വിൽ ബി ഫൈൻ ഗ്രാജുവലി. എവരിതിങ്, ക്രമേണ എല്ലാം ശരിയാവും. ഗ്രാജുവലി എവരിതിങ് വിൽ ബി ഫൈൻ, എല്ലാം ശരിയാവും. ഇനി നമുക്ക് പറയാം, അവന്റെ കമ്പനി പതിയെ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലെ. അവന്റെ കമ്പനി പതിയെ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയും? അവന്റെ കമ്പനി എങ്ങനെ പറയും? ഹിസ് കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഈസ് ഗ്രോയിങ്. എങ്ങനെയാണ് വളരുന്നത്? പെട്ടെന്നാണോ? അല്ല, ഗ്രാജുവലി, പതിയെ പതിയെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഓരോന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ് കമ്പനി എങ്ങനെയാണ്? ഈസ് ഗ്രോയിങ്. എങ്ങനെയാണ്? ഗ്രാജുവലി, പതിയെ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പനി കുറഞ്ഞോ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞു വരികയാണ് എന്നെങ്ങനെ പറയും? എങ്ങനെ പറയണം? പതിയെ പതിയെ കുറയുന്നുണ്ട്, കുറഞ്ഞു വരികയാണ് അതെങ്ങനെ പറയണം? ഗ്രാജുവലി മൈ ഫീവർ ഇസ് റെഡ്യൂസിങ്. ഫീവർ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പതിയെ പതിയെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ പതിയെ പതിയെ, ക്രമേണ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നിങ്ങനെ അർത്ഥം വരും. ഇനി നമുക്ക് പറയണത് ഇവൻച്വലി. ഇവൻച്വലി എന്ന് പറഞ്ഞാൽ ദ എൻഡ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഞാനത് ചെയ്തതിന്റെ ഫലമായിട്ട്, അതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അവസാനം അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവൻച്വലി എന്ന് ഉപയോഗിക്കുന്നത്. അവസാനം, ഫൈനലി. ഇതിനു വേണ്ടി നമ്മൾ ഇവൻച്വലി, അതിന്റെ അവസാനം അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ ഞാനൊരു സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവൻച്വലി ഷീ അണ്ടർസ്റ്റുഡ് എന്താണ്? എവരിതിങ്. അവൾക്ക് എല്ലാ കാര്യങ്ങളും അവസാനം മനസ്സിലായി. എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവൻച്വലി ഷീ അണ്ടർസ്റ്റുഡ്. അവൾക്ക് മനസ്സിലായി, അവസാനം, ഇവൻച്വലി. ഇനി ഇവൻച്വലി ഹീ സ്റ്റോപ്ഡ്. അവസാനം അവൻ നിർത്തി. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുക, നമുക്കൊരു സെന്റൻസിലോട്ട് രണ്ടുപേരെയും കൂടി ഒന്ന് നമുക്ക് എടുക്കാം. ഇവൻച്വലിയും ഗ്രാജുവലിയും കൂടെ രണ്ടുപേരെയും കൂടെ നമുക്ക് എടുക്കാം. അപ്പം ഒരാളെ ആദ്യം നമുക്ക് ഇവൻച്വലി വരുന്ന ഒരു സെന്റൻസ് എടുക്കാം. അതായത്, ഇന്നലെ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയല് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ എങ്ങനെയാണ്? കുറേ നേരത്തെ തെരച്ചിലിന് ശേഷം അവസാനം ഞാൻ കണ്ടുപിടിച്ചു, എനിക്കത് കിട്ടി എന്നെങ്ങനെ പറയണം? ഞാൻ നഷ്ടപ്പെട്ടു പോയി, അവസാനം എനിക്ക് കിട്ടി. എങ്ങനെ പറയണം? യെസ്റ്റർഡേ, നഷ്ടപ്പെട്ടു പോയി, ഇന്നലെയല്ലേ യെസ്റ്റർഡേ ഐ ലോസ്റ്റ് മൈ ഇമ്പോർട്ടൻറ്റ് ഫയൽ. എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫയൽ ഇന്നലെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്താണ്? എന്നിട്ട് എന്ത് ചെയ്യും? അവസാനം, ഇവൻച്വലി ആ നഷ്ടപ്പെട്ടു, അവസാനം ഐ ഫൗണ്ട് ഇറ്റ്, ഞാനത് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇവൻച്വലി വന്നത് കണ്ടു. ഇനി വേറെ ഇത് രണ്ടും കൂടെ വരുന്ന ഒരു സെന്റൻസ് പറയാം. ഇങ്ങനെ പറയുകയാണെങ്കിൽ, എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു, പിന്നെ പതിയെ പതിയെ ഞാൻ പഠിക്കാൻ തുടങ്ങി, അവസാനം ഞാൻ നല്ലൊരു ഡ്രൈവറായി എന്നെങ്ങനെ പറയും? നിങ്ങൾക്ക് അറിയാലോ, എങ്ങനെ പറയും? ഐ വാസ് അഫ്രേഡ് ടു ഡ്രൈവ്. വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു. അപ്പൊ എന്താണ്? ബട്ട് എന്താ ചെയ്തത്? ഞാൻ
പഠിക്കാൻ തുടങ്ങി, പതിയെ പതിയെ പഠിക്കാൻ തുടങ്ങി. അവിടെ നമ്മൾ ഈ പതിയെ പതിയെ എന്ന് പറയാൻ വേണ്ടി ഇവഞ്ച്വലി ആണോ ഗ്രാജുവലി ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്? പതിയെ പതിയെ എന്ന് പറയാൻ, പതിയെ പതിയെ എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഗ്രാജുവലി എന്നാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഗ്രാജുവലി ഐ സ്റ്റാർട്ടഡ് എന്താണ്? ലേണിംഗ്, ലേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എങ്ങനെയാണ്? ഗ്രാജുവലി ഐ സ്റ്റാർട്ടഡ്. അങ്ങനെ ഞാൻ ലേൺ ചെയ്യാൻ തുടങ്ങിയതിന്റെ ഫലമായി ഇവഞ്ച്വലി അവസാനം എന്ത് സംഭവിച്ചു? ഞാൻ നല്ല ഡ്രൈവറായി. എങ്ങനെ പറയും? ഐ ബിക്കേം എ ഗുഡ് ഡ്രൈവർ. ഗുഡ് ഡ്രൈവർ. അപ്പൊ നമുക്ക് ഈ രണ്ട് വാക്കുകളും നമ്മൾ അവിടെ ഉപയോഗിച്ചു. ഗ്രാജുവലി എന്താണ്? ലേൺ ചെയ്യാൻ തുടങ്ങി. ഇവഞ്ച്വലി ബിക്കേം ഗുഡ് ഡ്രൈവറായി. അതായത് പതിയെ പതിയെ ലേൺ ചെയ്യാൻ തുടങ്ങി, അതിന്റെ ഫലമായിട്ട് ഇവഞ്ച്വലി, അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നല്ല ഡ്രൈവറായി മാറി. റൈറ്റ്. ഇനി നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് പതിയെ പതിയെ പഠിച്ചാൽ, ശ്രദ്ധിച്ച് പഠിച്ചാൽ എന്ത് കിട്ടും? അതിന്റെ ഫലമായിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടും, അല്ലെ? സ്റ്റുഡൻസിനോട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് മനസ്സിലാക്കി പതിയെ പതിയെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. എങ്ങനെയാണ് നമുക്ക് പറയുന്നത്? കുട്ടികൾ പഠിച്ചെങ്കിൽ, പഠിച്ചെങ്കിൽ, ഈ ഈഫിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് അടുത്ത ദിവസം എടുക്കാം. ഇഫ് ദ സ്റ്റുഡൻസ്, കുട്ടികൾ പഠിച്ചെങ്കിൽ, ഇത് ഇഫ് ദ സ്റ്റുഡൻസ് ഗ്രാജുവലി ലേൺ, പതിയെ പതിയെ പഠിച്ചെങ്കിൽ, ഇഫ് ദ സ്റ്റുഡൻസ് ഗ്രാജുവലി ലേൺ, അതായത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചാൽ അവർക്ക് അതിന്റെ ഫലമായിട്ട് അവിടെ പറയാൻ എന്ത് കിട്ടും? ഇവഞ്ച്വലി എന്ത് കിട്ടും? ദേ വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്. അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇവഞ്ച്വലിയും ഗ്രാജുവലിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലും മാറിപ്പോകില്ല. ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ ക്രമേണ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇവഞ്ച്വലി എന്ന് പറഞ്ഞാൽ കുറെ നാളത്തെ നമ്മുടെ പ്രയത്നങ്ങൾക്ക് ശേഷം അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ് ഇവഞ്ച്വലി ഉപയോഗിക്കേണ്ടത്. ഇനി ഞാൻ ഒരു സെന്റൻസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ പറയൂ, കുറെ നാളുകളുടെ അന്വേഷണത്തിന് ശേഷം അവസാനം ഞാൻ അത് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? കുറെ നാളുകളുടെ അന്വേഷണത്തിന്റെ ശേഷം അവസാനം ഞാനത് കണ്ടുപിടിച്ചു. ഇവിടെ നിങ്ങൾ ഇവഞ്ച്വലി ആണോ ഗ്രാജുവലി ആണോ എന്നുള്ളത് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇടുക. അപ്പൊ നിങ്ങൾക്ക് ഇവഞ്ച്വലിയും ഗ്രാജുവലിയും മനസ്സിലായോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവഞ്ച്വലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫലമായി അല്ലെങ്കിൽ അവസാനം. ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ക്രമേണ ക്രമേണ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. പക്ഷേ ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യമാണ് ഇവഞ്ച്വലി ഗ്രാജുവലി. അതിൽ ഒത്തിരി കണക്റ്റിംഗ് വേർഡ്സ്, ഇപ്പൊ ഞാൻ ഒരു 3-4 കണക്റ്റിംഗ് വേർഡ്സ് എടുത്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പോ ജനുവരി 22-ാം തീയതി മുതൽ നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നവരുണ്ട്. ഇനി സംസാരിക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് ക്ലാസ്സുകളും ഒക്കെയുണ്ട്. നിങ്ങൾക്കൊരു ട്രെയിനറുടെ സഹായത്തോടെ തന്നെ സംസാരിച്ച് പഠിക്കാം. അങ്ങനെ സംസാരിച്ച് പഠിക്കണം, എൻ്റെ ഇംഗ്ലീഷിനെ ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിലും എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.